Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala Rasulil Ameen. Allahumma salli ala Muhammad wa ala ali Muhammad. Kama sallaita ala Ibrahim wa ala ali Ibrahim. Innaka anta Hamidum Majid. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വ്യാജ ദൈവത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് എന്നത് ക്രൈസ്തവ ദൈവസങ്കല്പത്തിലെ ഒരു ദൈവമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ. യേശുവിനെ എങ്ങനെ ദൈവമായി അവതരിപ്പിക്കുന്നുവോ എന്നതുപോലെ തന്നെ മറ്റൊരു വ്യാജ ദൈവ അവതരണമാണ് ഈ പരിശുദ്ധാത്മാവിലൂടെയും ഈ സഭ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവർ വിശ്വസിക്കുന്ന പ്രമാണമായി കൊണ്ടു നടക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അത് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഇത്തരമൊരു വിഷയം അവരുടേതായ സഭാ വിഷയമാകുമ്പോൾ നാം എന്തിന് അത് ചർച്ച ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷെങ്കിൽ നമ്മളിൽ ആർക്കെങ്കിലും കടന്നു വന്നേക്കാം. യേശു എങ്ങനെ ദൈവമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ നടക്കുന്നത് ഈ ദൈവത്തിന്റെ പേരിലാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതേക്കുറിച്ച് ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് കരുതിയത്. മറ്റൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ള ഒരു പാസ്റ്റർ ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഒന്ന് പരാമർശിച്ചു പോയപ്പോൾ അത് കേൾക്കാനിടയായി തീർന്നപ്പോൾ ഇതേക്കുറിച്ച് ഒന്ന് പറയണമെന്ന് തോന്നി. അത് പാസ്റ്റർ മറ്റാരുമല്ല, നമ്മുടെ പ്രിയ സുഹൃത്ത് അനിൽ കൊടിത്തോട്ടമാണ്. അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, ആ വരവിൽ ഒരു കാഴ്ച കണ്ടു. ഓരോരുത്തരുടെ മീതെ പരിശുദ്ധാത്മാവ് പിളർന്നിരിക്കുന്ന അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളാൽ പതിഞ്ഞു എന്നൊരു വാക്ക്. പതിയ അവനിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആ മുദ്ര വന്ന് പതിക്കുക, അവനിൽ പതിഞ്ഞു, ആ തീരാളങ്ങൾ അവനിൽ പതിഞ്ഞു. അവന് ഒരു പുതിയ ഉന്മേഷത്തിന്റെ, ഊർജദായകമായ ഒരു അഭിനിവേശത്തിന്റെ, ഒരു ഉന്മാദത്തിന്റെ, ഒരു അനുഭൂതിയുടെ ഒരു തലത്തിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. ആ തീവ്രമായ ആ പ്രത്യേക സാഹചര്യത്തിൽ, വിവരണാതീതമായ ആത്മനിർവൃത്തിയുടെ ആ ഘട്ടത്തിൽ അവന്റെ നാവിൽ നിന്ന് അന്യഭാഷ എന്ന ഒരു പുതിയ അനുഭവം ഭാഷ എന്ന ആ പദത്തിന്റെ തന്നെ അർത്ഥം നമുക്ക് അന്യമായ ഭാഷ. അന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നമുക്ക് സംസാരിക്കുന്നവൻ അന്യമാണ്, അത് മാത്രമേ അതിനർത്ഥം. അവൻ സ്വന്തമായി നനഞ്ഞ ഭാഷയല്ല. അവന്റെ നാവിൽ വന്ന് ആ ഭാഷയിൽ ഇങ്ങനെ സംഭാഷണം ഈ ഉച്ചസ്ഥായിയായ ശബ്ദം പുറത്തേക്ക് വ്യാപിച്ചപ്പോൾ അതും ധാരാളം ആളുകൾ കൂടി വന്നു. കാരണം അന്ന് ഉത്സവ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് പെന്തക്കോസ്ത്. ആ ഉത്സവത്തിന് വേണ്ടി വന്ന യഹൂദാജന സഹസ്രങ്ങൾ പറയുന്നത് കിടപ്പുണ്ട്. അതെല്ലാം കൂടി വന്നു. എന്താണ് ഈ ശബ്ദം? വീട്ടിൽ വന്നപ്പോൾ രണ്ടു തരം പ്രതികരണങ്ങൾ ഇത് മനസ്സിലായി എത്തുക. മനസ്സിലായവർ പറഞ്ഞു, ദൈവീയക്കാരാണ്, ദൈവീയക്കാർ. അവർക്ക് വിദ്യാഭ്യാസപരമായ കുറവുകൾ, അവരെ ഗ്രാമാന്തരീക്ഷം വളരെ ചെറുതാണ്. അതുകൊണ്ട് യേശുവിനെ കളിയാക്കി വിളിച്ചിരുന്നു ഗലീലിയൻ എന്ന് വിളിച്ചു. ആ പരിഹാസ ശബ്ദം ഒരിക്കൽ കൂടി ഇരുത്തിയിട്ട് ചോദിച്ചു, ഇവരൊക്കെ ഗലീലിയക്കാരല്ലയോ? ആ ശബ്ദത്തിന്റെ കൂടെ നാം ഓരോരുത്തരും ജനിച്ച നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഭാഷകളിൽ
വരവിൽ ഒരു കാഴ്ച കണ്ടു. ഓരോരുത്തരുടെ മീതെ പരിശുദ്ധാത്മാവ് പിളർന്നിരിക്കുന്ന അദ്ദേഹം ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ഉള്ള വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനത്തിന്റെ തുടക്കത്തെക്കുറിച്ച്, അതിന്റെ പ്രാരംഭ നടപടികളെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. യെരുശലേമില് പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന ജനവിഭാഗങ്ങളിലേക്ക് വിശ്വാസികളായിരിക്കുന്ന ആളുകൾ മർക്കോസിന്റെ മാളികകളിൽ കൂടിയിരുന്നപ്പോൾ അവിടേക്ക് അഗ്നി നാളങ്ങളാൽ അത്ര ശക്തമായ രീതിയിലുള്ള നാവുകളാൽ അന്യഭാഷകളിൽ പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്ന ആ ഒരു രംഗം, അതേക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. അതൊരു വലിയ കൊടുങ്കാറ്റ് പോലെ ഒരു വലിയ മുഴക്കം ഉണ്ടാവുകയും അന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന വിവിധങ്ങളായ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന രാജ്യക്കാര്, എത്യോപ്യക്കാരും മെസപ്പൊത്തേമിയക്കാരും അതുപോലെ തന്നെ അറബ് രാജ്യക്കാരും എന്ന് വേണ്ട തുടങ്ങി പലവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഈ ശബ്ദം കേട്ടുകൊണ്ട്, ഈ കൊടുങ്കാറ്റ് പോലുള്ള ഈ വലിയ ശബ്ദം കേട്ടുകൊണ്ട് അവർ അവിടേക്ക് ഓടിച്ചു. അവർ നോക്കിയപ്പോൾ അവിടെ ചില ആളുകൾ ചില ഭാഷകൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. പക്ഷെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടില്ല. എങ്കിലും അവർ സംസാരിക്കുന്നത് അവിടെ ചെന്നിരുന്ന ആളുകളുടെ ഭാഷയായിരുന്നു സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഇവർ ഗലീലിയക്കാരല്ലയോ? ഇവർക്കെങ്ങനെ ഈ ഭാഷകൾ എല്ലാം വശമായിരിക്കുന്നു, അവർ ആ ഭാഷ സംസാരിക്കുന്നു എന്നുള്ള വിഷയത്തിൽ അവർ ആശ്ചര്യം. അവർക്കെല്ലാം മനസ്സിലായി അവർ സംസാരിക്കുന്ന ആ ഭാഷ അത് അന്യഭാഷയാണ് എന്നുള്ളത് മനസ്സിലായി. ആർക്കാണ് അന്യമായത് ആ ഭാഷ? ഗലീലിയക്കാർക്ക് അന്യമായിരുന്നു. അവർക്ക് പരിചയമില്ലാത്ത, അവർ പഠിച്ചിട്ടില്ലാത്ത, അഭ്യസിച്ചിട്ടില്ലാത്ത വിവിധങ്ങളായ ഭാഷകളിൽ അവിടെ കൂടിയിരുന്ന ആളുകൾ സംസാരിക്കുന്ന ആ വിഷയം, ആ സംസാരിക്കുന്ന ഭാഷ അവിടെ വന്നവർക്ക് അത് മനസ്സിലാകത്തക്ക രീതിയിലുള്ളതായിരുന്നു. കാരണം അവരുടെ ഭാഷയാണ് സംസാരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അന്ന് അവിടെ ഇന്ത്യക്കാര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ ഭാഷകളുണ്ട്. ആ ഭാഷകളൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അന്ന് മർക്കോസിന്റെ മാളികയിൽ കൂടിയിരുന്ന പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ അവിശ്വാസി സംഘം സംസാരിച്ച ആ അന്യഭാഷ മനസ്സിലാകുമായിരുന്നു. ഒരു മലയാളിയാണ് അവിടേക്ക് കടന്നു ചെന്നിരുന്നെങ്കിൽ അവൻ മലയാളത്തിൽ അവിടെ സംസാരിക്കുന്ന ഒരു ഗലീലിയക്കാരനെ കാണാമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ തമിഴ് സംസാരിക്കുന്ന ഒരു ഗലീലിയക്കാരനെ കാണാമായിരുന്നു. ഹിന്ദി സംസാരിക്കുന്ന, ഉറുദു സംസാരിക്കുന്ന, കന്നഡ സംസാരിക്കുന്ന തുടങ്ങിയ ബംഗാളി സംസാരിക്കുന്ന ആളുകൾ ഒക്കെ അന്ന് അവിടെ യെരുശലേമിൽ വന്നിട്ടുള്ള ഏത് ഭാഷക്കാരുണ്ടോ അവരുടെ എല്ലാം അവിടെ കൂടി ചെന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ ഈ അന്യഭാഷയിൽ സംസാരിച്ച ഗലീലിയക്കാർ, അവരെ കണ്ടിട്ട് ഈ ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ഇവരെ എങ്ങനെയാണ് ഈ ഭാഷ ഇവർക്ക് സംസാരിക്കാൻ കഴിയുക? ഇവർ ഗലീലിയക്കാരല്ലയോ എന്നുള്ള രീതിയിൽ കൂടെ അവരവിടെ സംസാരിക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്ന ഒരു മൂന്നാമത്തെ, അതായത് തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവർത്തനം എന്ന്
ഇവരവകാശപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ചാണ് അനിൽ പാസ്റ്റർ ഇവിടെ സംസാരിച്ചത്. ആ വിഷയം അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് അത് വായിക്കാൻ സാധിക്കുന്നത്, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അദ്ദേഹം ഇവിടെ പറഞ്ഞ പതിഞ്ഞു എന്ന് പറയുന്നത് അതാണ്, ദൈവത്തിന്റെ ആത്മാവ് അവരിൽ വന്ന് പതിഞ്ഞു. നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പമായ ഒരു മാർഗം, ഇപ്പോ യേശു സ്നാനപ്പെട്ട് യോർദാനിൽ കരയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിൽ വന്നു, പ്രാവ് രൂപത്തിൽ യേശുവിലേക്ക് വന്നു. അത് പറയുമ്പോൾ ഒരു വ്യാഖ്യാനമില്ല, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിലേക്ക് വന്നു, അത് യേശുവിൽ ആയിത്തീർന്നു. ഇവിടെ ഈ പരിശുദ്ധാത്മാവ് അവർ ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇവർ ഇരുന്ന പ്രദേശത്തേക്ക് വന്നിട്ട് അത് അവരിൽ പതിഞ്ഞു. അങ്ങനെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഓരോ വ്യക്തികൾക്ക് വേണ്ടി വ്യത്യസ്തമായ രീതിയിലാണ് ആത്മാവ് നൽകിയത്. സംസാരിക്കുന്ന ആ രീതികൾ എങ്ങനെയാണോ എന്താണോ നൽകിയത് അതനുസരിച്ച് അവരോരോരുത്തരും സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിച്ചതിലുള്ള പ്രത്യേകതയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ എത്തിയ ആളുകൾക്കെല്ലാം അവരുടെ ഭാഷയിൽ ഒരു ഭാഷ സംസാരിച്ചിരുന്ന ഈ ഗലീലക്കാർ സംസാരിക്കുന്നു എന്നുള്ള ഒരാശ്ചര്യമാണ് അവർക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതാണ് ഇവിടെ ഒരു അത്ഭുതമായി, ഒരു ആശ്ചര്യമായി ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എന്നാണ് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. അതിൽ കുറെ ആളുകളുടെ പേര് അവിടെ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. യെരൂശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നില്ല ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തരെ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? വ്യക്തമായി കാണുമല്ലോ. അതിൽ പാർത്ഥരുണ്ട്, മേദ്യരുണ്ട്, എലാമ്യരുണ്ട്, മെസൊപ്പൊത്താമ്യരുണ്ട്, യഹൂദരുണ്ട്, കപ്പദോക്യയിലും പെന്തോസിലും ആസിയയിലും തുടങ്ങി അറബിക്കാരുമായ ആളുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു. ഈ ആളുകൾക്കെല്ലാം അവരവർ സംസാരിക്കുന്ന ഭാഷ അവരുടെ ആ ജന്മഭാഷയിൽ, മാതൃഭാഷയിൽ ഈ ഗലീലിയർക്കാർ അവിടെ സംസാരിക്കുന്ന അത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു. അത് കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും എന്ന് അവനൊരു സാധാരണ ഒരിതുണ്ടല്ലോ. വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമായാലും ശരി, എന്തെങ്കിലും പറയുന്ന ഒരു രീതി പോലെ തന്നെ അവർ പറഞ്ഞു അത് ഇങ്ങനെ പുതുവീഞ്ഞ് കുടിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് അവർ പരിഹസിച്ചു. അതാണ് അദ്ദേഹം ഇവിടെ അനിൽ പാസ്റ്റർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ വ്യാഖ്യാനം എന്നുള്ള നിലയിൽ അദ്ദേഹം മനസ്സിലാക്കിയ വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെ ഇങ്ങനെ പരിഹസിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നു. 12 പേരിൽ ഒരാൾ അറിയാമല്ലോ, യൂദാസ് ആയിരുന്നു. അദ്ദേഹം തൂങ്ങിച്ചത്ത് പോയല്ലോ. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്ന പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്താണ്
എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും തുടങ്ങിയ വിഷയങ്ങളാണ് അവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഈ ഒരു ശക്തിക്കാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് സഭ വിളിക്കുകയും പ്രചരിപ്പിക്കുകയും ഒരു ദൈവത്തിൻ്റെ സ്ഥാനം നൽകി അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ പിതാവിനോടോ പുത്രനോടോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ക്ഷമ കിട്ടും. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനോട് ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷമിക്കുകയില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഒരിക്കൽ ഈ അപ്പോസ്തലന്മാരുടെ അടുക്കൽ ഒരു ഫാമിലി അവരുടെ സ്വത്തുക്കൾ വിറ്റതിൻ്റെ ഓഹരി അവിടെ കൊണ്ട് സമർപ്പിച്ചപ്പോൾ അതിൽ നിന്ന് അല്പം എടുത്തു മാറ്റി വെച്ചതിൻ്റെ പേരിൽ അവരോട് അപ്പോസ്തലന്മാർ ചോദിച്ചു, ഇത് ഇത്രയേ ഉള്ളോ ഇതായതിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറയുന്നത്, ഇത് വിറ്റപ്പോഴും നിങ്ങളുടേതായിരുന്നു, വിൽക്കുന്നതിന് മുമ്പേയും നിങ്ങളുടേതായിരുന്നു. അപ്പൊ അതിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഇതിനകത്തൊരു കൃത്രിമം കാണിക്കേണ്ട, ഒരു കളവ് കാണിക്കേണ്ട, ഒരു കളവ് പറയേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ കളവ് പറഞ്ഞത്? അപ്പൊ അവരതിൽ നിന്ന് ഒരു അല്പം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ബാക്കിയാണ് ഇവിടെ കൊണ്ടുപോയി ഹാജരാക്കിയത്. ഈ വസ്തുത പരിശുദ്ധാത്മാവിന്റെ അറിയിപ്പോടു കൂടിയാണ് അവർക്ക് മനസ്സിലാകാൻ, അപ്പോസ്തലന്മാർക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇവർ കൃത്രിമം കാണിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ ഒരു കളവിന്റെ പേരിൽ തന്നെ ആദ്യം ഭർത്താവ് മരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പേരിൽ ഈ വ്യാജ പ്രവർത്തനം കാണിച്ചതുകൊണ്ട്, കളവ് പറഞ്ഞതിന്റെ പേരിൽ അപ്പോൾ തന്നെ അയാൾ വീണ് മരിക്കുകയാണ്. അയാളെ അടക്കിയ ആളുകൾ വെളിയിൽ നിൽക്കുന്ന ആ സമയത്ത്, ഉള്ളിലേക്ക് വരാതെ, പ്രാർത്ഥനാ ഹോളിലോ മറ്റോ ആയിരിക്കാം, മറ്റേ സഭയിലോ വീട്ടിലോ ഒക്കെ ആയിരിക്കും, പള്ളിയിലോ ഒക്കെ ആയിരിക്കാം. അവർ പുറത്ത് എത്തിയ ആ സമയത്ത് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ മരിച്ച ആളുടെ ഭാര്യ കടന്നു വരും. അവരോടും അത് തന്നെ ചോദിച്ചു, നിങ്ങൾ വസ്തു വിറ്റതിൽ ഇത്രയുമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്നവരും പറഞ്ഞു. അപ്പോൾ അവരോട് പറയുന്ന മറുപടി, നിന്റെ ഭർത്താവിനെ അടക്കിയിട്ട് വന്ന ആളുകളുടെ ആ പെരുമാറ്റം അല്ലെങ്കിൽ കാലുകൾ പുറത്തു തന്നെ എത്തിയതേ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് ഈ സ്ത്രീയോട് പറയുകയാണ്. അപ്പോൾ തന്നെ അവരും വീണ് അവിടെ മരണപ്പെട്ടു. എന്താണ് സംഭവം? പരിശുദ്ധാത്മാവിന്റെ നേരെ ഒരു കളവ് പറഞ്ഞാൽ, വളരെ നിസ്സാരമായ ഒരു കളവായി നമുക്കതിനെ കാണാൻ കഴിയും. കാരണം അത് അവിടെ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടേതല്ലായിരുന്നു, നിങ്ങൾ പിന്നെ എന്തിനാണ് കളവ് പറയുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വളരെ ശരിയാണ്. അവർ ഞങ്ങളിത് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്, ബാക്കി ഞങ്ങളിത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ അവരത് കുറച്ച് ഒളിപ്പിച്ചു കളവാണ്, അവരുടേതാണ്, അവരുടെ മുതൽ തന്നെ അവരെ ഒളിപ്പിച്ചു വെച്ചു. അപ്പോൾ അതിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. രണ്ടുപേരും ഒരേ ദിവസം തന്നെ, ഒരേ മണിക്കൂറിൽ തന്നെ അവര് മരണപ്പെട്ട ഒരു സംഭവമാണ്. പരിശുദ്ധാത്മാവിന്റെ നേരെ കളവ് പറഞ്ഞാൽ സംഭവിക്കുന്ന എന്ന് ഇവിടെ ഈ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തലന്മാര് അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ ഇത് സൂചിപ്പിച്ചതിന്റെ വിഷയം, നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം പരിശുദ്ധാത്മാവിന്റെ ആഗമനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. വിശ്വാസികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആഗമനം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലായി. യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് പ്രാവ് പോലെ വന്നു എന്നുള്ളതല്ല ഇവിടെ വിഷയം. വ്യത്യസ്തമായിരിക്കുന്ന പല ആത്മാക്കൾ കാണുമായിരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ആദ്യത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന അന്യഭാഷകളിൽ സംസാരിച്ച ഒരു മഹാ അത്ഭുതം. മറ്റുള്ളവരുടെ ഭാഷയിൽ തന്നെ അവർ സംസാരിക്കുന്ന
അഗ്നി നാളങ്ങൾക്കൊത്ത നാവുകളാൽ, പിളർന്ന നാവുകളാൽ അവർ സംസാരിക്കുന്ന ഒരു വലിയ സംഭവം. മറ്റൊരു സംഭവമാണ് ഇത് പരിശുദ്ധാത്മാവിനോട് നേരെ കളവ് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പേർ ഉടൻ തന്നെ മരണപ്പെട്ട മറ്റൊരു വിഷയം. ഇതെല്ലാം ഈ ദൈവികതയുടെ, ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവികതയുടെ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആ പ്രസക്തി, അതിൻ്റെ വിശ്വാസ്യത എന്തുമാത്രമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ളത്. ഇവിടെ പ്രിയ സുഹൃത്ത് അനിൽ പാസ്റ്റർ പറയുന്ന ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സുവിശേഷ പ്രവർത്തനം നടത്തുന്നു എന്നാണ്. ഏത് പ്രചോദനം? പത്രോസ് ഒക്കെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ടും അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും അവർക്ക് അതിന് പ്രചോദനമായ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി, ആ പ്രേരണ, ആ ഒരു പാത പിൻപറ്റിക്കൊണ്ട്, ആ ഒരു ശക്തി സ്വീകരിച്ചുകൊണ്ട്, അത് അവലംബിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ അവകാശപ്പെട്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെയോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്, പരിശുദ്ധാത്മാവ് എന്നത് മറ്റൊരു വ്യാജ ദൈവമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പേരിൽ, അല്ലെ ദൈവികതയുടെ പേരിൽ ഇവർ ഇവിടെ പറയുന്ന വിഷയങ്ങൾ അത് വ്യാജവും കളവും ആണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരുന്നത്. ഇവിടെ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചത് അന്ത്യനാളിൽ സകല ജഡത്തിന്മേലും, വിശ്വാസികളായ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രവചന ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കിന്ന് കാണാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിന്റെ ഇത് ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്. സാംസൺ ഫാസ്റ്റാണ് ആ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന ഷീല എന്ന് പറയുന്ന വ്യക്തിയുടെ ഭർത്താവാണ്. അദ്ദേഹം ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റെപ്പ് വെച്ചുകൊണ്ട്. പരിശുദ്ധാത്മാവാണ്. അതുപോലെ തന്നെ ഷീല പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സാംസൺ ഫാസ്റ്ററൊക്കെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ആ ഒരു ഇടപെടലിൽ നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന്റെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 100ഓളം വരുന്ന വിശ്വാസികൾ ഉൾക്കൊണ്ട ഒരു പ്രോഗ്രാമിന്റെ തുടക്കമാണ് നമ്മൾ ഇവിടെ കണ്ടത്. അവിടെ ഈ പാട്ടുകൾ ഇങ്ങനെ സാംസൺ പാസ്റ്റർ ഇതിങ്ങനെ സാംസൺ കൂട്ടും. അദ്ദേഹം അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സഭാ ഹാൾ തിങ്ങി നിറഞ്ഞ പരിശുദ്ധാത്മാവിലാണ് എല്ലാവരും. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ അനുഭവ സാക്ഷ്യം ഇവിടെ പറയുന്നതിന് വേണ്ടി അവരെത്തിയിരിക്കുകയാണ്. അതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവരെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നതിനുള്ള ആഗ്രഹവും മറ്റും വർദ്ധിച്ച് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നിറവിലാണ് ആ സഭയും ഈ സാംസൺ കൂട്ടൂർ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇവിടെ സംഭവിച്ചത് എന്താണ്? മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന ആദിമ ക്രൈസ്തവ പിതാക്കന്മാരായ ആളുകൾ, വിശ്വാസികളിലേക്ക് ദൈവം പകർന്ന പരിശുദ്ധാത്മാവ്, അതേ പരിശുദ്ധാത്മാവാണ് ഇവിടെയും ഈ ആളുകളിലേക്കും പകർന്നിരിക്കുന്നത്.
ഇവരിലും പതിഞ്ഞിരിക്കുന്നത് ഇതേ പരിശുദ്ധാത്മാവാണ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അത് ആണ് എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2-2.5 മണിക്കൂർ നേരം ഒരു സ്ത്രീ ശുദ്ധമായിരിക്കുന്ന കളവും വ്യാജ പ്രചരണവും നടത്തിയിട്ട് പരിശുദ്ധാത്മാവിന് എന്തുകൊണ്ട് ഇടപെടാൻ സാധിച്ചില്ല? ഇത് മുൻപേ അറിയിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനത്തിന്റെ ശൈലി അനുസരിച്ച് ഈ സാംസൺ കോട്ടൂരിനെ നേരത്തെ അറിയിക്കേണ്ടതാണ്. അദ്ദേഹം ഇങ്ങനൊരു പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അറിയിക്കേണ്ടതാണ്. ആ സ്ത്രീയെ സംബന്ധിച്ചും അവരൊരു വ്യാജ പ്രചരണം ആണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവരെ അറിയിക്കേണ്ടതാണ്. അദ്ദേഹത്തെ മാത്രമല്ല, അതിനു മുമ്പ് പലയിടങ്ങളിലും ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും ഈ സുവിശേഷ വേലയ്ക്ക് ആ സ്ത്രീ പോയിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഒരു വ്യാജ പ്രചരണം നടത്തുന്ന വ്യക്തിയാണ് ഈ സ്ത്രീ എന്ന് പരിശുദ്ധാത്മാവ് പറയണം. അതാണ് ഇവിടെ നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന വിഷയത്തെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത അതാണ്. പക്ഷെ ഇവിടെ അതാണോ? ഇവിടെ ആ ആത്മാവ് ആണ്, ആ പരിശുദ്ധാത്മാവാണ് ഇവിടെ ഈ പ്രത്യക്ഷപ്പെട്ടിരിച്ച് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഈ കളവ് എന്തുകൊണ്ട് മനസ്സിലായില്ല? എന്തുകൊണ്ട് ആ സ്ത്രീക്ക് അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ദൈവത്തിന്റെ ഇടപെടലും ശിക്ഷയും ഉണ്ടാവുന്നില്ല? ഇനി ശിക്ഷ ഉണ്ടായില്ല എന്ന് പോട്ടെ, ഈ വസ്തുതയൊന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. അതവർക്ക് മനസ്സിലായില്ല. വർഷങ്ങൾ 99-ലോ മറ്റോ നടന്ന ഈ പ്രോഗ്രാം, ഇത് 93-ലോ 96-ലോ നടന്ന ഈ പ്രോഗ്രാം 99-ൽ സൗദി അറേബ്യയിൽ വെച്ച് ഒരാൾ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ തന്ന് ഞാനത് പരിശോധിച്ച് അപ്പോൾ തന്നെ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഈ വ്യാജ പ്രചരണമാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, അതിന്റെ ഈ സത്യസന്ധത എന്തുമാത്രം ഉണ്ടെന്ന്. ആ വീഡിയോയുമായി ഞാൻ ഇവിടെ വന്നിട്ട് അവരെ കുറിച്ച് അന്വേഷിച്ചു, അവരുടെ വീട്ടിൽ പോയവരും മാതാപിതാക്കളും മറ്റുള്ള ആളുകളും ആ പരിസരത്തുള്ള ആളുകളും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വചനം പോലും ആ പ്രദേശത്തുള്ള സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്നത് ഒഴിച്ചാൽ ബാക്കി മുഴുവൻ വ്യാജമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനാവശ്യമായിരിക്കുന്ന ഒരു പ്രചരണം, ഒരു ബുക്ക്ലെറ്റ് തന്നെ ഉണ്ടാക്കി നമ്മളത് വിതരണം ചെയ്യുകയും ഈ സാംസൺ കോട്ടൂർ ഉൾപ്പെടെയുള്ള ആളുകളെ, ധാരാളം സഭകൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ ഇതൊരു വ്യാജ പ്രചരണമാണ്, നിങ്ങൾ അതിന് കൂട്ടുനിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പലരും അതിൽ നിന്ന് പിന്മാറി, ഈ സാംസൺ കോട്ടൂർ ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷെ അത് പരിശുദ്ധാത്മാവ് അവിടെ ആ വിഷയത്തിൽ ഇത് വ്യാജമാണ് എന്ന് പറയാൻ പടച്ചതമ്പുരാൻ നിയോഗിച്ച പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അവിടെ എന്നിൽ കൂടെയാണ് അത് പ്രവർത്തിച്ചത്. ഞാനാകട്ടെ ഒരു മുസ്ലിമുമാണ്. അപ്പൊ ഈ വസ്തുത മാനുഷികമായ രീതിയിലാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തിക്കുവാൻ, അത് ഈ സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവിന് അത് കഴിഞ്ഞില്ല. നിങ്ങൾ കൊണ്ടു നടക്കുന്ന, നിങ്ങൾ പറയുന്ന, പുസ്തകത്തിൽ പറയുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ഈ അന്ത്യനാളിൽ അതിന് കഴിയാതെ പോയി എന്നുള്ള ഒരു വസ്തുത നിങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. അത് നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിൽ ദൈവികത ആരോപിക്കുന്നത് അത് വ്യാജമാണ് എന്ന് സമ്മതിക്കേണ്ടതായി വരും. സമ്മതിച്ചേ മതിയാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രവൃത്തിയിൽ ആണത് കാണേണ്ടത്. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം നിങ്ങളിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം വ്യാജമാണ് എന്ന് പറയുവാനും അത് വിശ്വസിക്കുവാനും മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. അത് നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രവർത്തനങ്ങൾ അതേപോലെ അത് ബോധ്യപ്പെടുത്തുവാൻ നിങ്ങളിൽ ആ അനുഭവം ഉണ്ടായിരിക്കണം, അത് കാണാൻ സാധിക്കണം. അതില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
ഇതുപോലെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആളുകളെ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. അതും കൂടി നമ്മൾ ഒന്ന് കേട്ടു നോക്കുക. ഇവിടെ ഒരു സ്ത്രീ അവര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് നിങ്ങൾ അഭിഷേകം പ്രാപിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഞാൻ അവരോട് ചോദിച്ച സമയത്ത് അവരെനിക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത്, അതായത് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കണം, അന്യഭാഷയിൽ സംസാരിക്കണം, അതായത് പരിശുദ്ധാത്മാവ് വന്നിറങ്ങണം നമ്മുടെ ഉള്ളിൽ, ഇതിനെയാണ് അഭിഷേകം എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു, ഈ ശമ്പാവാട, ഇമ്പളവാട, ശങ്കടവാട, ചുമ്പലവാട എന്നൊക്കെ പറയാൻ എനിക്കും അറിയാം എന്റെ പ്രിയ സഹോദരങ്ങളെ. അത് എനിക്ക് മാത്രമല്ല, കൊച്ചു കുഞ്ഞു വരെ കേട്ടറിഞ്ഞു പറയും. അപ്പൊ ഇതിനെ ഞാൻ അഭിഷേകമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ പരിശുദ്ധാത്മാവ് ഏറ്റവും ഉള്ളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പാപത്തെ കുറിച്ച് ബോധമുള്ളവനായി മാറിയത്, ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞാൻ കയറിപ്പെട്ടിയത് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ശബ്ദവാട വിത്താവാടാന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനെനിക്ക് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ശബ്ദവാട റീബാവാടാന്ന് എനിക്ക് കാണാതെ പറയാൻ അറിയാം. എനിക്ക് അതുകൊണ്ട് അന്യഭാഷ വേണം, താല്പര്യമില്ല എന്ന് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു. പറയുന്ന സമയത്ത് അപ്പൊ ഒരു സ്ത്രീ അവര് ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിലാണ്. അവര് ഈ വിശ്വാസം സ്വീകരിച്ച ശേഷം ബൈബിൾ പഠിക്കുന്നതിന് വേണ്ടി ചെന്ന ആ സന്ദർഭത്തിൽ ഉള്ള അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സ്ത്രീ പറയുന്നത് അവരെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു വിശ്വാസിയാണ്, ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. നിരവധി വീഡിയോകൾ ഇങ്ങനെ യെരുശലേമിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന റീന അലക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ പറയുന്നവിടെ കേട്ടല്ലോ. അവർ പറയുന്നത് നിങ്ങൾ ഈ പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് എന്താണ് എന്ന് മറ്റുള്ളവരോട് ആ സ്ത്രീ ചോദിക്കണം. അപ്പൊ ചമ്പവാട തമ്പലവാട എന്നൊക്കെ പറയുന്നത് ആണോ പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം എന്ന് പറയുന്നത്? അതാണെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല എന്നവർ പറയുന്നു. അത് വളരെ ന്യായമായ ഒരു വാക്കാണത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന ആളുകൾ സംസാരിച്ച ഗലീലിയക്കാർ ഈ ചമ്പാവാട അല്ലെങ്കിൽ തുമ്പലവാട, ഹലബലവാട എന്ന് പറയുന്ന അതുപോലുള്ള ചില വാക്കുകൾ മാത്രം പറയുകയല്ലായിരുന്നു ചെയ്തത് എന്ന് ഈ വേദപുസ്തകം പറയുന്നു. അവരവിടെ കൂടി വന്ന ആളുകളുടെ ഭാഷയിൽ അന്യഭാഷ സംസാരിക്കുകയായിരുന്നു. ഒരു ഭാഷ, നമ്മളിന്ന് മലയാളികൾ മലയാളം സംസാരിക്കുന്ന ഒരു ഭാഷ, മലയാളം ഒരു ഭാഷയാണ്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഷകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതുപോലെയുള്ള, അതാണല്ലോ അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്, അവിടെ കൂടി വന്നിരിക്കുന്നത് ലോകത്തിന്റെ കീഴിൽ, ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും അവിടെ കൂടി വന്നിരിക്കുന്ന ആളുകൾ സംസാരിക്കുന്ന ഭാഷ, ആശയവിനിമയം നടത്തുന്നതാണല്ലോ ഭാഷ. ആ ഭാഷയിൽ ആണ് അവിടെ അന്ന് അന്യഭാഷയില് ഈ ആളുകൾ യെരുശലേമിൽ ഉണ്ടായിരുന്ന പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ച ഭാഷ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഭാഗം മനസ്സിലാക്കിയിട്ട് ആയിരിക്കുമല്ലോ ഈ സ്ത്രീ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഇവിടെ ഈ പറയുന്ന ഈ ഭാഷ, ഇത് അന്യഭാഷയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല, അത് ഞാൻ അങ്ങനെ കാണുന്നില്ല, അത് അന്യഭാഷയായി വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ആ സ്ത്രീ അവിടെ പറയുന്നത്. അത് ശരിയല്ലേ? ഇത് അന്യഭാഷയാണോ? അല്ല, അന്യവാക്ക് എന്ന് നമുക്ക് വേണേൽ പറയാം. ഇവർ പറയുന്ന വാക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു വാക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭാഷയാവില്ലല്ലോ. അത് 2-3 വാക്ക്, അതിങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കുക, അടുത്ത ദിവസവും സംസാരിക്കുന്ന ഇതേ വാക്ക് തന്നെ സംസാരിക്കുക. എപ്പോൾ സംസാരിക്കുന്നതിലും ഈ ഒരു വാക്ക് മാത്രം സംസാരിക്കുന്ന ഒരു രീതിയാണ് നമുക്കിന്നിവിടെ കാണാൻ പറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ആ സ്ത്രീ പറയുന്നത്, ആളുകളുമുണ്ട്. പലതരത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ പലതരത്തിൽ ഇവിടെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവരൊക്കെ
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുള്ള ധാരണയാണ് എന്റെ മനസ്സിൽ. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിച്ചിരിക്കുന്നത്, നമ്മൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ധാരണയും അപ്പച്ചെനിക്ക് താത്ത പറ്റിക്കാത്ത അറിയാത്തത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ കൈയടി തുറന്ന് വരികയായിരുന്നു സംഭവത്തിൽ. എനിക്ക് പതുക്കെ അതായത് ആരാധന കുറയുന്നവരുടെ കൈയടി ഓട്ടോമാറ്റിക്കായിട്ട് കുറയുമല്ലോ. അങ്ങനെ ഇവരുടെ കൈയടി കുറയുന്ന വരുന്ന സമയത്ത് ഞാന് മനസ്സിലാക്കി ഈ പരിശുദ്ധാത്മാവിനെ കിട്ടില്ല എന്നൊരു ധാരണയായി തോന്നി. കാരണം അവരുടെ അന്യഭാഷയായി തീരാറായി, അവരുടെ കൈയടി തീരാറായി, ആരാധന നിന്ന് പോകുന്നു. അപ്പൊ പിന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ള ചിന്താബോധത്തിലായി തോന്നുന്നത്. ഞാൻ ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത്, ഇവരെല്ലാം ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഞാൻ ഏറ്റവും ബാക്കിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നത് പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഞാൻ ഏറ്റവും പുറകിൽ നിന്നോട് ഞാൻ വിചാരിച്ച പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാത്തത്. അങ്ങനെ സമയം നീണ്ടുപോയി. അങ്ങനെ കുറേ സമയം ഫസ്റ്റ് നീണ്ടുപോയിട്ട് പിന്നീട് എന്തൊക്കെ കൂടി പിടിച്ചു ഞാൻ അന്യഭാഷയിൽ പാടുവാൻ തുടങ്ങി. പിന്നെ വർഷത്തമ്മ നീണ്ടുപോയി. അങ്ങനെ കുറേ സമയം ഫസ്റ്റ് നീണ്ടുപോയിട്ട് പിന്നീട് എന്തൊക്കെ കൂടി പിടിച്ചു നിർത്തുകയായിരുന്നു ചെയ്തത്. ഞാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു പിറ്റേ ദിവസം ഞാൻ ഇവരൊക്കെ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇവരൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് ഇവർക്കിവിടെ ഇപ്പോ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവര് പറയുന്നത് പിന്നെ ഈ ചില ഭാഷകൾ വാക്കുകൾ അവരോട് പറയുന്നുള്ളൂ. ചെമ്പാവാട, ചെമ്പലവാട എന്നൊക്കെ പറയുന്ന ആ ഭാഷ ആ രീതിയിലല്ല ഇവരിങ്ങനെ ഈ അപ്പ എന്ന് വിളിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് വിളിക്കുന്നത്. അപ്പൊ ദൈവം അവർക്ക് കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരിട്ട് ദൈവവുമായിട്ട് അവരിങ്ങനെ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിങ്ങനെ പറയും. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ അവര് പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ രീതി എന്ന് പറയുന്നത്, അതിൽ പറയുന്നത് എങ്ങനെ ഈ ഏതാനും വാക്കുകൾ പറയുക അല്ലായിരുന്നു, മറിച്ച് യഥാർത്ഥമായ പരിശുദ്ധാത്മാവിനെ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ അന്ന് അപ്പോസ്തലന്മാർക്കുണ്ടായതുപോലുള്ള അനുഭവമാണ് ഈ സ്ത്രീക്കുണ്ടായത് എന്നാണ് അവരിവിടെ അവകാശപ്പെടുന്നത്. ശരി, മറ്റു ചില ഒരു അനുഭവം കൂടി അവർ പറയുന്നത് കേൾക്കാം. അപ്പൊ അവരൊരു ഭാഷ സംസാരിക്കുന്നു. ഇവർ സംസാരിക്കുന്ന മറ്റ് വിശ്വാസികൾ ഒക്കെ സംസാരിക്കുന്ന ഭാഷയാണ് ഇവിടെ ഈ സ്ത്രീ പറയുന്നത്. അത് വ്യത്യസ്തമാണ്. അവരിൽ നിന്ന് വ്യത്യസ്തമായി ആ സ്ത്രീ അന്യഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ അന്യഭാഷകളിൽ ഇവര് ഇപ്പോൾ സംസാരിക്കുന്ന വിഷയത്തെക്കാൾ ഏറ്റവും പ്രധാനമായ വിഷയം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആദ്യം സൂചിപ്പിച്ച വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത് പോലെയുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്ന് സഭയിൽ കാണാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ സഭയിലെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്ക് ഒരു തടയിടുന്നതിന് വേണ്ടിയോ ആ വിഷയത്തെക്കുറിച്ച് ഒരു സൂചന നൽകുന്നതിന് വേണ്ടിയോ അത്തരം വിഷയങ്ങൾ ഉള്ള ആ സന്ദർഭങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴത് വ്യാജമാണ് ആ വസ്തുത എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സ്ത്രീ തന്നെ ചില വീഡിയോ ക്ലിപ്പുകളിൽ പറയുന്നത് ബൈബിൾ കോളേജിൽ, ഞാനത് ഇവിടെ ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ആ സ്ത്രീ തന്നെ പറയുന്നത്, അതിപ്പം അവർക്ക് പരസ്യമായി പറയാമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ടല്ല, ഈ സമയത്തിന്റെ ഇത് കൊണ്ടുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആ സ്ത്രീ തന്നെ പറയുന്ന അവർ ബൈബിൾ കോളേജിൽ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന കുറെ പീഡനങ്ങളെ കുറിച്ചാണ്.
സീനിയറായ ആളുകൾ എങ്ങനെ വെച്ചാൽ ഈ കോളേജുകളിലൊക്കെ റാങ്കിങ് നടക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലൊക്കെയുള്ള വിഷയങ്ങളാണ് ഈ ആത്മീയ കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ആളുകൾ, വലിയ വലിയ പാസ്റ്റർമാരുടെ മക്കളും മറ്റുള്ള ആളുകളുമൊക്കെ അവരിൽ നിന്നൊക്കെ ഏൽക്കേണ്ടതായി, അനുഭവിക്കേണ്ടതായി വന്നു എന്നാണ് ഈ റീന അലക്സ് പറയുന്നത്. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ അവർ പറയുന്നത്, ഒരു പാസ്റ്ററുടെ മകൾ തന്നെ അവരെ നിരന്തരമായി ഈ ലൈംഗിക ബന്ധത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർഗരതിക്ക് വേണ്ടി നിർബന്ധിക്കുമായിരുന്നു. നിർബന്ധിക്കുക മാത്രമല്ല, അത് ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി പോയിരുന്ന സന്ദർഭത്തിൽ പോലും ആ സ്ത്രീ പറയുന്നതാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന് വേണ്ടി പോയിരുന്ന് അവരിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കൈകൾ അടിച്ചും കണ്ണടച്ചും ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എനിക്കിത് പരിശുദ്ധാത്മാവിനെ താപ്പ, പരിശുദ്ധാത്മാവിനെ താപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്താണ് ഒരു പാസ്റ്ററുടെ സുന്ദരിയായ ഒരു മകൾ അവരെ ഇങ്ങനെ തഴുകുകയാണ്. അവരുടെ ഈ അരക്കെട്ടിനിങ്ങനെ പിടിച്ചുകൊണ്ട് കൈകൾ ഇങ്ങനെ അവരെ ഇങ്ങനെ കെട്ടിപ്പുണർന്നിങ്ങനെ തഴുകുന്ന ഒരു അവസ്ഥയിലേക്ക് പുറകിലിരുന്നു കൊണ്ട് മറ്റൊരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് അവരുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഈ പ്രാർത്ഥനയിലായിരുന്നത് കൊണ്ട് പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക ഇച്ഛയോടുകൂടിയുള്ള അത്തരത്തിലൊരു വൃത്തികെട്ട സമീപനവും ഒരു നോട്ടവുമായിരുന്നു ആ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് റീന അലക്സ് പറയുന്നത്. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ഈ സ്ത്രീ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രതീക്ഷിച്ച് അവരിങ്ങനെ ഇരിക്കുകയാണ്. മറ്റു പല ആളുകളും ഇങ്ങനെ ഈ അഭിഷേകം പ്രാപിച്ച ആളുകളും പ്രവചനവും തുള്ളലും ഇങ്ങനെ ചമ്പാവാട ലമ്പടവാട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മൾ ഇവിടെ ആദ്യം കാണിച്ച പോലെ സാംസൺ കോട്ടൂരിന്റെ ആ പ്രയറിന് മുമ്പ് നടന്ന ആ അനുഭവത്തിൽ പോലെ തന്നെ അവിടെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ്, ഇവിടെയും പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ആ സ്ത്രീയുടെ ജീവിത അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് അവരിവിടെ പറയുന്നത്. ഇവിടങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് ഇടപെടാതിരുന്നത്? ഇതൊക്കെ ഈ മനുഷ്യരല്ലേ? ഇപ്പം യേശു ദൈവമായിട്ട് കരഞ്ഞ എന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് മനുഷ്യനായതുകൊണ്ട് കരഞ്ഞതാണ് എന്ന് പറയുന്നത് പോലെ ഉള്ള അഭിപ്രായമല്ല ഇവിടെ വേണ്ടത്. കാരണം ഇവിടെ ഈ പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കും, നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണങ്ങളിൽ പറഞ്ഞ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തുകൊണ്ട് ക്ഷയിച്ചു പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നിന്നുപോയി? അത് നിന്നു പോവുകയോ ക്ഷയിച്ചു പോവുകയോ ചെയ്തതുകൊണ്ടല്ലേ ഇന്ന് നിങ്ങൾ ഈ കൃത്രിമമായ പരിശുദ്ധാത്മാഭിഷേകം നിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്നതും ആചരിക്കുന്നതും? അതല്ല, ഇത് വ്യക്തമായ യാഥാർത്ഥ്യമാണ്. അന്ന് മർക്കോസിന്റെ മാളികമുറിയിൽ വന്ന അതേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തന്നെയാണ് ഇന്നും ഉള്ളത് എങ്കിൽ അതേ അനുഭവം തന്നെയല്ലേ നിങ്ങളിൽ കാണേണ്ടത്? അത് നിങ്ങളിൽ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ സഭകളിൽ പോലും ഇത്രയും മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയുന്നു എന്നുള്ളത് നിങ്ങളിൽപ്പെട്ട ആളുകളുടെ തന്നെ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ. ഇത്തരം 100 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നടക്കുന്ന ലൈംഗിക വീഴ്ചകളെ കുറിച്ച്, വ്യഭിചാരങ്ങളെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. പാസ്റ്റർമാർ ഉൾപ്പെടെയുള്ള സഭാവിശ്വാസികൾ ഉൾപ്പെടെയുള്ള പരിശുദ്ധാത്മാവിന്റെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ പോലും ആവശ്യങ്ങൾ പുറത്തുപോയി ആവശ്യങ്ങൾ സാധിച്ച് വീണ്ടും അതേ പ്രാർത്ഥനാ ഹാളിലേക്ക് കയറി വന്ന് ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ തുള്ളുകയും അന്യഭാഷ പറയുകയും ചെയ്യുന്ന സഹോദരീ സഹോദരന്മാരെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന സഭയിലെ പാസ്റ്ററും അതുപോലെ തന്നെ വിശ്വാസികളും നിറഞ്ഞിരിക്കുന്ന പ്രവചനക്കാരും വെളിപാടുകാരും ഒക്കെ നിറഞ്ഞ അന്യഭാഷകളുടെ എല്ലാവിധ ഈ വരങ്ങൾ ലഭിച്ച ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന സഭയിലാണ് ഒരു പാവപ്പെട്ട അവിവാഹിതയായ ഒരു പെൺകുട്ടി, വളരെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി, അവിടുത്തെ സുവിശേഷകനാൽ തന്നെ ഗർഭിണിയായി
5 മാസമായപ്പോൾ ഒരു നിർവാഹവുമില്ല വന്നപ്പോൾ പള്ളിയുടെ ഉള്ളിൽ തന്നെ തൂങ്ങി മരിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. ഇവിടെ എവിടെയാണ് പരിശുദ്ധാത്മാവ് എന്നാണ് നമുക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ആണ് നിങ്ങളിൽ ഇന്ന് വസിക്കുകയും നിങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ, സുഹൃത്തുക്കളെ, ഇത് വ്യാജമല്ലേ? നിങ്ങൾ ഈ പറയുന്ന പരിശുദ്ധാത്മാവ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് വ്യാജമാണ് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയാണോ നിങ്ങൾ യേശുവിനെ ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ദൈവമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെയും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ കുട്ടി മരിക്കുന്നതുവരെ, തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തുന്നതുവരെ നിങ്ങളുടെ പരിശുദ്ധാത്മാവ് എവിടെയായിരുന്നു? എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? എങ്കിൽ പിന്നെ പത്രോസിന്റെ കാലഘട്ടത്തിലെ സ്വന്തം സമ്പത്തിൽ നിന്ന് ഒരല്പം എടുത്ത് മാറ്റിവെച്ചവർ കളവ് പറഞ്ഞതിന്റെ പേരിൽ അവർ മരണപ്പെട്ട, രണ്ടുപേരും ഉടൻ മരണപ്പെട്ട ആ കാലത്താണ് KP യോഹന്നാനെ പോലുള്ള ആളുകൾ, സാധുക്കളുടെ പേരിൽ സമ്പാദിക്കുന്ന ആളുകൾ ഇവിടെ ജീവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരിലെല്ലാം പരിശുദ്ധാത്മാവുണ്ടല്ലോ. എല്ലായിടത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണല്ലോ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം വ്യാജമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങളാണ് ഇത്തരം പ്രവർത്തനങ്ങളും ആളുകളെയും കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെ ഈ ദൈവികത യേശുവിൽ ആരോപിക്കുന്നത് പോലെ തന്നെയുള്ള വെറും ഒരു ആരോപണം മാത്രമാണ് നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദീർഘിപ്പിക്കുന്നില്ല. ഇനിയിപ്പോ ഒരു സംഗതി കൂടി നമുക്ക് ഇവിടെ കാണേണ്ടതുണ്ട്, കേൾക്കേണ്ടതുണ്ട്. ഒരു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചൊരു പാസ്റ്റർ റീന അലക്സ് പറഞ്ഞതുപോലെ തന്നെയുള്ള പരിശുദ്ധാത്മാഭിഷേകമാണ്. എല്ലാവരും തുള്ളലാണ്. എല്ലാവർക്കും പറയാനുള്ള അന്യഭാഷയല്ല, അന്യ വാക്കാണ്. ഈ അനിൽ കാവാലം എന്ന് പറയുന്ന പാസ്റ്റർ, അദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെറും രണ്ട് വാക്കുകൾ മാത്രമാണ്, 2-3 വാക്കുകൾ മാത്രമായി ഇങ്ങനെ തുള്ളിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഇത് റീന ചോദിച്ചതുപോലെ തന്നെ ആർക്കാണ് ഇത് പറയാൻ പറ്റുകയില്ലാത്തത്? കൊച്ചുകുട്ടികൾ, ഈ പെന്തക്കോസ്ത് സഭകളിലൊക്കെയുള്ള കൊച്ചുകുട്ടികൾ, അവര് ഇതിങ്ങനെ പറയാറുണ്ട്. ഈ സ്ത്രീകള്, വലിയ മുതിർന്ന സ്ത്രീകള്, നിങ്ങൾക്ക് അനുഭവമുള്ള വിഷയമാണല്ലോ, വലിയ സ്ത്രീകൾ എങ്ങനെയാണോ സഭയിൽ ഇരുന്നു കൊണ്ട് കൈയടിച്ച് തുള്ളി പാടി അല്ലെങ്കിൽ ഈ അന്യഭാഷ പറയുന്ന, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ, 3-4 വയസ്സുള്ള കുട്ടികൾ, ചെറിയ കുട്ടികൾ പോലും അതുപോലെ ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊച്ചുകുട്ടികൾ ഇതേപോലെയുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട്, കണ്ണുമടച്ചുകൊണ്ട്, കൈയടിച്ച് തലയിൽ തുണിയൊക്കെ ഇട്ടിരുന്നുകൊണ്ട് അവര് ആ വലിയ മുതിർന്ന സ്ത്രീകളെ എങ്ങനെയാണോ തുള്ളുന്നത് അതേപോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഈ കൊച്ചുകുട്ടികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരത് കണ്ടു വളരുന്നതാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് ഒരാളിൽ നിന്ന് പകർന്നിങ്ങനെ പോരുന്ന ഈ ജമ്പവാട, ജമ്പലവാട എന്ന് പറയുന്ന ഈ പദങ്ങൾ, ഇത് ഓരോ വ്യക്തികളും പറയുന്നത് വ്യത്യസ്തമായി ഈ 3-4 വാക്കുകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്യഭാഷയാണ് അത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇത് അന്യവാക്ക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു വലിയ പാസ്റ്ററാണ്, അദ്ദേഹത്തിന് പോലും എന്ത് പറ്റുന്നില്ല? ഈ അന്യഭാഷ സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെങ്കിൽ പെന്തക്കോസ്തുകാര് ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വേണമല്ലോ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമല്ലോ. ഇപ്പൊ ഈ സഭകളിൽ തന്നെ എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരില് ആരൊക്കെയുണ്ട്? ഇവിടെ ഈ ബൈബിളിൽ പറയുന്നത് പോലെയുള്ള ആളുകളുണ്ട്. അവര് എന്റെ ദാസന്മാരുടെ അവർ പ്രവചിക്കും, അവരെന്ത് ചെയ്യും? എൻ്റെ സകലബുദ്ധന്മാർ, എൻ്റെ ദാസന്മാരുടെ മേൽ ദാസിമാരുടെ പേരിലും കൂടെ ഞാൻ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പ്രവചിക്കുകയും അതുപോലെ തന്നെ ദർശനങ്ങൾ കാണുകയും ഒക്കെ ചെയ്യും എന്നാണ് ഇവിടെ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ ഇത്തരം വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം അവർക്ക് ഈ ദുർനടപ്പ് എന്ന് പറയുന്ന അതിൽ നിന്ന് തീർച്ചയായും മാറി നിൽക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കണം. ദുർനടപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരിലേക്ക് വന്നാൽ അത് തിരിച്ചറിയുവാനായി ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവർക്ക് സാധിക്കണം. ഇതൊന്നും അവരെ സംബന്ധിച്ച് ഇന്ന് സഭകളിൽ നടക്കുന്നില്ല. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സത്യത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ കാലയളവിൽ തന്നെയാണ് എത്രയോ സന്ദർഭങ്ങളിൽ ഈ പരിഭാഷയിൽ വന്നിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അത് പരിഭാഷയിൽ വന്ന മിസ്റ്റേക്കാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ക്രൈസ്തവ സഭയ്ക്കുണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ഈ ശക്തിയും അതുപോലെ തന്നെ ആ കഴിവും എല്ലാവിധ അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ചിരിക്കുകയല്ലേ ഇവിടെ. അത്തരം അനുഗ്രഹങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഈ വിശുദ്ധ വേദപുസ്തകം എന്ന് നിങ്ങൾ പറയുന്ന തിരുവചനത്തിലെ അതിൻ്റെ വാക്കുകൾക്ക് അത് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഏത് രീതിയിലാണ്? ആ വിഷയത്തിൽ നിങ്ങളെ സൂക്ഷ്മതയോടെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ആണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെന്നും ഒക്കെ നിങ്ങൾ പറയുന്നത് വ്യാജമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം അത് വ്യാജമാണ് എന്നുള്ളതിന് ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും മറ്റൊരൊറ്റ വാക്യം കൂടി ഇവിടെ വായിച്ചതിൽ പെട്ട ഒരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. പത്രോസ് പറയുന്നത്, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. ഏത്? അപ്പോസ്തലൻ മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന വിശ്വാസികളായിരിക്കുന്ന ആളുകളിലേക്ക് വന്ന പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം, അവർ സംസാരിച്ച അന്യഭാഷകൾ, അത് യോവേൽ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ചതാണ്. അത് എന്തെന്നാൽ, ആ അരുളപ്പാട് എന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിന്റെ അതേ പ്രവൃത്തി കാണേണ്ടത് ഈ കാലഘട്ടത്തിലല്ലേ? അതല്ലേ ഈ വചനം സൂചിപ്പിക്കുന്നത്? പത്രോസ് പറഞ്ഞ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത അന്ത്യനാളിൽ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറയുന്നത് ഇന്നല്ലേ കാണേണ്ടത്? പക്ഷെ ആ ആത്മാവ് ഇന്ന് ആരിലൊക്കെയാണുള്ളത്? നിങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കുന്നതിനോ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആ രീതിയിലൂടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ആ കാലഘട്ടത്തിൽ നിന്നുപോയി എന്ന് തന്നെ വേണം മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്ന സഭയും അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വ്യാജമാണ് എന്നുള്ളതിന് 100% ഉറപ്പാണ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ അന്നത്തെക്കാളിലും 2000 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ കാലഘട്ടത്തെയാണ് അന്ത്യനാൾ എന്ന് പറയാൻ ഏറ്റവും അനുയോജ്യമായത്. ഈ കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന ആ അനുഭവം ഇന്ന് ഉണ്ടാകുന്നത് എങ്കിൽ എത്രയോ ഫലപ്രദമായിരുന്നു. നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസ പ്രതിസന്ധികളിലൊക്കെ എത്രയോ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഈ സഭയ്ക്ക് കഴിയുമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യാജ പ്രവർത്തനങ്ങളാണ്, നിങ്ങൾ വ്യാജ സന്ദേശങ്ങളാണ് നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ് ഈ വചനവും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഇത് ഇന്ന് സംഭവിക്കുന്നുണ്ടോ? ഇന്നിവിടെ സംഭവിക്കുന്നുണ്ടോ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത്
എവിടെയൊക്കെയാണ് പ്രവചനങ്ങൾ ഏതൊക്കെ നടക്കുന്നത് നമ്മളെ ഇവിടെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. നമുക്ക് ബോധ്യപ്പെടാനുള്ള വസ്തുത ഈ കാരണങ്ങളൊക്കെ തന്നെ മതിയാവും. ബൈബിൾ കോളേജുകളിലെ അനാശാസ്യ പ്രവർത്തനം, അതുപോലെ തന്നെ നൂറുകണക്കിന് സഭാവിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം, സഭകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും നടക്കുന്ന വ്യഭിചാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, സാമ്പത്തികമായിരിക്കുന്ന ക്രമക്കേടുകൾ, ഗബിയോന പോലെയുള്ള ആളുകൾ നടത്തുന്ന തട്ടിപ്പുകൾ, ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബൈബിളിന് വിരുദ്ധമായി നടക്കുന്ന പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളും, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുകയും ചെയ്യുന്ന ആളുകളിലും പരിശുദ്ധാത്മാവ്, ഇതൊക്കെ എല്ലാം കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വ്യാജമാണ് നിങ്ങളുടെ ദൈവം എന്നുള്ളതിന് 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതിനെ എന്ത് കാരണം കൊണ്ട് ന്യായീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു വ്യാജ സന്ദേശമാണ്. നിങ്ങൾ ഈ അന്ത്യകാലത്ത് നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ടും പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വാക്യങ്ങൾ എന്ന് ആണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയുന്നത് താനെ കർത്താവിന്റെ വലുതും പ്രസിദ്ധമായ തുടങ്ങിയ ഇങ്ങനെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ അവിടെ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുക. ഇതൊന്നും ഈ അന്ത്യകാലത്ത് നടക്കുന്നില്ല. യോവേൽ പ്രവാചകന്റെ കാലത്ത് പറഞ്ഞിരിക്കുന്ന അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പത്രോസ് പറഞ്ഞു. അതവിടെ സംഭവിച്ചു, അതവിടെ അവസാനിച്ചു. അല്ലെ, അവരുടെ കാലഘട്ടത്തോടു കൂടി അത് അവസാനിച്ചു. അല്ലാതെ ഇന്ന് ഈ അനിൽ കാവാലം പറയുന്ന പോലെ ഉള്ള ഏതാനും വാക്കുകൾ, റീന അലക്സ് പറയുന്ന പോലെ ജംബാവാട തമ്പലവാട എന്നൊക്കെ പറയുന്ന പോലെയുള്ള അത് അല്ല അന്യഭാഷ, അത് അന്യവാക്കാണ്, അത് കൃത്രിമമാണ്. അത് റീന പറയുന്നത് പോലെ തന്നെ ആർക്കും പറയാൻ പറ്റുന്ന ഒരു വാക്കാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സുവിശേഷ രംഗങ്ങളിലെ ദൈവിക വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ കാപട്യം നിർത്തിയിട്ട് നേർക്കുനേരെ സത്യം സംസാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായി നിങ്ങൾ തയ്യാറാകണം എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ആ യാഥാർത്ഥ്യം പറഞ്ഞ ആ സ്ത്രീയുടെ ക്കെതിരെ ഇവിടെ മറ്റൊരു സുഹൃത്ത് ഒരു ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ തലക്കെട്ട് മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാം. റീന അലക്സിന്റെ ദുരുപദേശത്തിൽ വീഴാതിരിക്കുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അവർ പറയുന്നത് ദുരുപദേശമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈ പറയുന്ന വിഷയത്തില് എന്തഭിപ്രായമാണ് ഈ ഷമീറിന് പറയാനുള്ളത്? അപ്പൊ യാഥാർത്ഥ്യം അവരെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതല്ല, അതിന്റെ ആവശ്യമേ ഇല്ല നമുക്ക്. പിന്നെ നമ്മൾ നേർക്കുനേരെ പറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടേതായ കയ്യിൽ നിന്നിട്ട് സംസാരിച്ചു എന്നുള്ള ഒരു ആരോപണം, ഒരു പരാതി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയ ഉപദേശിമാരോടും സുവിശേഷകരോടും പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ യേശുവിനെ ഒരു ദൈവിക സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ദൈവമാണ് എന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നുവോ എന്നതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു വ്യാജ ദൈവമാണ് ഈ പരിശുദ്ധാത്മാവ് എന്നുള്ളത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നൊക്കെ വിട്ടൊഴിയണം. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ നിർത്തലാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.